നമസ്കാരം. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ചെറുവണ്ണൂർ കാർ തീപിടുത്ത കേസിൽ ആരും പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്ന വഴിത്തിരിവ്. ഗർഭിണിയായ സോനയുടെ മരണം കേവലം ഒരു വാഹന അപകടമല്ല, കൃത്യമായി പ്ലാൻ ചെയ്ത കൊലപാതകമാണ്. ക്രൂരമായ ആസൂത്രണത്തിന്റെ ചുരുളഴിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തുവരുന്നത് നാടിനെ വിറപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ്. വെറും അരമണിക്കൂർ യാത്ര ചെയ്യേണ്ട ദൂരത്തേക്ക് ആ ദമ്പതികൾ എടുത്തത് 3 മണിക്കൂർ. ആ നിഗൂഢമായ 3 മണിക്കൂറിൽ ആ കാറിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അപകടം നടന്ന മെയ് 15 വെള്ളിയാഴ്ച രാത്രി 7:30 റെക്കോർഡായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നടുവണ്ണൂരിലെ ഒരു പെട്രോൾ പമ്പിലേക്ക് കയ്യിലൊരു സഞ്ചിയുമായി ഒരു യുവതി നടന്നു വരുന്നു. മറ്റാരുമില്ല, അവർ ഒറ്റയ്ക്കാണ്. ആ സഞ്ചിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് കന്നാസിൽ നിറയെ പെട്രോൾ വാങ്ങി അവർ തിരികെ നടന്നു പോകുന്നു. ദൃശ്യങ്ങൾ കണ്ട് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു അത് മരിച്ച സോന തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് പോലീസിനെ കുഴപ്പിക്കുന്ന ആ ചോദ്യം ഉയർന്നത്. സ്വന്തമായി ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ 6 മാസം ഗർഭിണിയായ ഒരു യുവതി എന്തിനാണ് രാത്രി സമയത്ത് തനിയെ നടന്നുപോയി കന്നാസിൽ പെട്രോൾ വാങ്ങിയത്? ഭർത്താവ് രജിൻ ലാൽ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണോ, അതോ മറ്റെന്തെങ്കിലും ജീവഭയം സോനയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണോ? ആദ്യം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് അപകടമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയിൽ ആ വാദങ്ങളെല്ലാം തകർന്നു വീണു. കാറിന്റെ AC, റേഡിയേറ്റർ, എൻജിൻ, വയറിംഗ് ഇവയ്ക്കൊന്നും യാതൊരുവിധ സാങ്കേതിക തകരാറുകളും ഉണ്ടായിരുന്നില്ല. കാറിന്റെ പുറം ഭാഗത്ത് നിന്ന് ഒന്നും സംഭവിച്ചിട്ടുമില്ല. എല്ലാം കത്തിയത് കാറിന്റെ ഉൾവശം മാത്രമാണ്. ഇവിടെ തന്നെ ഭീകരമായത് ആ കത്തിയ കാറിനുള്ളിൽ നിന്നും കണ്ടെത്തിയ ആ പെട്രോൾ കന്നാസിന്റെ അടപ്പാണ്. കാറിന്റെ പിൻസീറ്റിൽ പെട്രോളിന്റെ ശക്തമായ സാന്നിധ്യമാണ് ഫോറൻസിക് സംഘം കണ്ടെത്തിയത്. അതായത് സോന വാങ്ങിക്കൊണ്ടുവന്ന പെട്രോൾ തന്നെയാണ് ആ കാറിനുള്ളിൽ കത്തിയതെന്ന് ഉറപ്പായി കഴിഞ്ഞു. സോന ഇരുന്നിരുന്നത് ആ കാറിന്റെ പിൻസീറ്റിലാണ്. കാറിന് തീ പിടിച്ച ഉടൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഭർത്താവ് രജിൻ ലാൽ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. പക്ഷേ കാർ പെട്ടെന്ന് സെൻട്രൽ ലോക്ക് ആയതുകൊണ്ട് തന്നെ സോനയ്ക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. നിലവിൽ 60% ഗുരുതരമായി പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് രജിൻ ലാൽ. പക്ഷേ രജിന്റെ പരുക്കുകൾ പരിശോധിച്ച പോലീസ് ഞെട്ടി. രജിൻ ലാലിന്റെ ശരീരത്തിൽ മുൻഭാഗത്തേക്കാൾ കൂടുതൽ പൊള്ളലേറ്റത് പിൻഭാഗത്താണ്. പിൻസീറ്റിൽ നിന്നാണ് തീ പടർന്നതെന്ന സാക്ഷിമൊഴികളെ ഇത് ശരിവെക്കുന്നു. വണ്ടിയിൽ പെട്രോൾ മണം വന്നപ്പോൾ താൻ ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് രജിൻ ലാലിന്റെ മൊഴി. എങ്കിൽ പിന്നെ പെട്രോൾ മണം വന്നിട്ടും എന്തുകൊണ്ട് വണ്ടി നിർത്തിയില്ല? എങ്ങനെയാണ് പെട്ടെന്ന് തീ പടർന്നത്? സോനയും രജിൻ ലാലും തമ്മിൽ കടുത്ത കുടുംബ വഴക്കുകൾ നിലനിന്നിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് സോനയുടെ ബന്ധുക്കൾ തന്നെ ഉറപ്പിച്ചു പറയുന്നു. സംഭവ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇളയമ്മയുടെ വീട്ടിലായിരുന്ന സോനയെ വൈകുന്നേരമാണ് രജിൻ ലാൽ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ നിന്നിറങ്ങി അപകട സ്ഥലത്ത് എത്തുന്നത് വരെയുള്ള ആ 3 മണിക്കൂറിലെ നിഗൂഢത നീക്കുവാൻ പോലീസ് മൊബൈൽ ടവർ ലൊക്കേഷനുകളും കൂടുതൽ CCTVകളും പരിശോധിക്കുകയാണ്. ഗുരുതരാവസ്ഥയിലുള്ള രജിൻ ലാലിനെ കൃത്യമായി ചോദ്യം ചെയ്തതിലൂടെയാകും ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതിലൂടെ മാത്രമേ ഈ ഗർഭിണിയായ സോനയുടെ ദാരുണത്തിന് പിന്നിലെ ആ ക്രൂരമായ സത്യം പുറത്തുവരൂ.